യുടെ ഭാഗമായി നിലവിൽ വന്ന ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നിത്യ പട്ടിണിയിൽ നിന്നും അർത്ഥ പട്ടിണിയിൽ നിന്നും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ആവശ്യമായ പദ്ധതി പ്രഖ്യാപിച്ചു. അതാണ് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ പദ്ധതിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഒന്ന് ഓർക്കുക, അതൊരു പൊതുമിനിമം പരിപാടിയുടെ ഭാഗമായിരുന്നു. CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച ഒരു ഫോറത്തിന്റെ ചിന്തനീയമായ നിർദ്ദേശമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കിയതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ച് ആര് അതിന്റെ അവകാശം പേറുന്നു എന്നുള്ളതല്ല, ഈ രാജ്യത്തിന് അപകടകരമായി മാറാവുന്ന BJP ഗവൺമെന്റിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷമാണ് അപ്പോൾ പ്രകടിപ്പിച്ചത്. തുടർന്ന് ആ ഗവൺമെന്റ് കർഷകന്റെ ദീനതയും ദുഃഖവും മനസ്സിലാക്കിക്കൊണ്ട് 72,000 കോടി ഉറുപ്പിക എഴുതിത്തള്ളുന്ന ഒരു നിലപാടിലേക്ക് മുമ്പോട്ട് പോയി. പക്ഷെ അപ്പോഴേക്കും കോൺഗ്രസിന് തോന്നിയത് ഇന്ത്യയിൽ അങ്ങനെ വലിയ അപകടമൊന്നുമില്ല, നമുക്കിത് ജന്മാവകാശം കിട്ടിയതാണ്, എല്ലാ കാലവും ഭരിക്കാം, കൂടെ BJP വരാനുള്ള സാധ്യതയൊന്നുമില്ല എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് വളർന്നു വരുന്ന വർഗീയതയ്ക്ക് നേരെ കണ്ണടച്ചു. തന്ത്രശാലിയും ബുദ്ധിശാലിയുമായ നരേന്ദ്രമോദി ഗുജറാത്തിൽ ഒരു പരീക്ഷണശാലയാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് വരാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു. ഹിരൺ പാണ്ഡ്യയെ പോലുള്ള ആഭ്യന്തര മന്ത്രിയെപ്പോലും വകവരുത്തിക്കൊണ്ട് ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അയോധ്യ എന്ന വൈകാരികതയെ മുമ്പിൽ നിർത്തി കലാപങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സമസ്യകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിൽ UPA ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിലൂടെ കടന്നുപോയി അണ്ടിപ്പരിപ്പും കഴിച്ച് സുഖലോലുപതയോടുകൂടി കസേരകളിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. അതിന്റെ ഭാഗമായി 2G സ്പെക്ട്രം കോടാനുകോടി ഉറുപ്പിക്ക് ആകാശം വിൽക്കുന്ന തീരുമാനത്തിലേക്ക്, വേവ്സ് തരംഗങ്ങൾ വിൽക്കുന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഗവൺമെന്റ് എത്തിച്ചേർന്നു. D. രാജയെ പോലുള്ള അഴിമതിക്കാരായ മന്ത്രിമാരെ മുമ്പിൽ നിർത്തി കോൺഗ്രസ് സമ്പത്ത് കവരുന്ന വളരെ ശ്രമകരമായ പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടത്. ആണവ കരാറിലൂടെ ഈ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും അടിയറ വയ്ക്കുകയും അതിലൂടെ ഈ രാജ്യത്തിന്റെ പുതിയ തലമുറയുടെ പ്രതീക്ഷകൾക്ക് കളങ്കമേൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ പോകുന്ന കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഗവൺമെന്റിൽ നിന്നും ആശയപരമായി പിന്തുണ പിൻവലിച്ച് പുറത്തേക്ക് പോയി. ഭരണത്തിനുള്ളിൽ പങ്കാളിയായ CPI മാറി. ഭരണത്തിന് പുറത്ത് ഫോറങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് മുമ്പോട്ട് പോയ CPM-ഉം പിന്നോട്ട് പോയി. പക്ഷെ കാർഷിക കടാശ്വാസ പദ്ധതിയുടെ പേരിലും തൊഴിലുറപ്പിന്റെ മികവിലും രണ്ടാമതും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അവർക്ക് തിരുത്താനുള്ള അവസരമാണ് ഇന്ത്യൻ ജനത കൊടുത്തത്. പക്ഷെ അപ്പോഴവർ നന്നാവാൻ തീരുമാനിച്ചില്ല. രണ്ടാം UPA ഗവൺമെന്റ് കെടുകാര്യസ്ഥതയുടെ
മകുടോദാഹരണമായി മാറി. രാഹുൽ ഗാന്ധി ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഈ കിളവൻ ഇപ്പോൾ 5-6 ദിവസം കഴിഞ്ഞാൽ പോവും. പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി താങ്കൾ തന്നെ. അതുകൊണ്ട് വന്ധ്യവയോധികനും ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആയ ഡോക്ടർ മൻമോഹൻ സിംഗിനെ തരം കിട്ടുമ്പോഴൊക്കെ അവഹേളിക്കുകയും അപമാനിക്കുകയും അപമതിക്കുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തരം താഴ്ന്ന കാഴ്ച കണ്ടു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പോയി പ്രധാനമന്ത്രിയെ മൈക്കിനെ അങ്ങ് തട്ടിയെറിഞ്ഞു. ഇതെല്ലാം പത്രം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു കുടുംബത്തിനോട് ഈ ഇന്ത്യൻ ജനതയ്ക്കുണ്ടായിരുന്ന വിശ്വാസ്യത, മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള കോൺഗ്രസിനോടുള്ള ജനങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എല്ലാം നഷ്ടപ്പെട്ടു. അന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്ത മന്ത്രിമാർ തന്നെ പറഞ്ഞു, ഈ കോൺഗ്രസ് കട്ട പിടിക്കില്ല. നിങ്ങൾക്ക് ഓർമ്മ കാണും, PC ചാക്കോ ഉൾപ്പെടെയുള്ള, KV തോമസ് ഉൾപ്പെടെയുള്ള, AK ആന്റണി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. 10 വർഷം നന്നായി ഭരിച്ചല്ലോ, കാര്യങ്ങളൊക്കെ നടന്നല്ലോ, പോക്കറ്റെല്ലാം നിറഞ്ഞല്ലോ, ഖജനാവ് കാലിയായല്ലോ, രാജ്യത്തിന് പണയം വെച്ചല്ലോ, പിന്നെ ഇനി എന്തിനാ ഭരണം? പക്ഷേ ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ കോൺഗ്രസിനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള വികാരം അവർ ഉൾക്കൊണ്ടില്ല. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേരോട്ടമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടെ അവധാനതയോടെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ ശത്രുചിന്തയുള്ള BJPയും സംഘപരിവാറും അധികാരത്തിൽ വരാതിരിക്കാൻ ഏറ്റവും ചെറുക്കാൻ കഴിയുന്ന സംഘടന എന്ന നിലയ്ക്ക് കോൺഗ്രസ് പ്രവർത്തിക്കണമെന്ന് സാധാരണക്കാരൻ ആഗ്രഹിച്ചത് സഫലമാകാതെ പോയി. ഈ സമയം മേരി ആവാസുലോ, മേരി ഭായിയോ ബഹനോ എന്ന് വിളിച്ചുകൊണ്ട് ഗുജറാത്തിൽ നിന്നൊരു താടിക്കാരൻ അങ്ങ് രംഗത്ത് വന്നു.